ദ മിസ്റ്ററീസ് ഓഫ് സൈലന്റ് റിഡ്ജിൻ്റെ 4-ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൻ്റെ ഇതുവരെയുള്ള ഫൈൻഡിങ്സ് എല്ലാം ജോൺ ഓരോന്നോരോന്നായി രേഖപ്പെടുത്തി സൂക്ഷിച്ചു. അന്ന് മെയ്സൺസ് ഫാമിലി താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് തൻ്റെ സ്വപ്നം തന്നിലേക്ക് എത്തിച്ച ആ ലെറ്റർ അത് മാത്രമല്ല അവന് കിട്ടിയത്. അവിടെ നിന്ന് അവന് പഴക്കം ചെന്ന ഒരു ഫോട്ടോ കിട്ടി. ആ ഫോട്ടോ സൂചിപ്പിച്ചിരുന്നത് ഇൻസ്പെക്ടർ തോമസും അലക്സ് മെയ്സണും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ സുഹൃത്തുക്കളായിരുന്നു എന്നായിരുന്നു. തൻ്റെ സ്വപ്നം തന്നിലേക്കെത്തിച്ച ആ ലെറ്റർ അത് മാത്രമാണ് അവന് മുന്നിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. കാരണം അതെഴുതിയിരിക്കുന്നത് മറ്റേതോ ഭാഷയിലാണ്. അതിനർത്ഥം അവന് മനസ്സിലാവുന്നില്ല. എന്തായിരിക്കും ഇതിനൊക്കെ കാരണം? തൻ്റെ സ്വപ്നം ഒരു യാദൃശ്ചികം മാത്രമായിരിക്കില്ല എന്ന വിശ്വാസത്തിൽ ജോൺ മുറുകെ തന്നെ പിടിച്ചു. തൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ജോൺ ഡോക്ടർ വിക്ടറിനെ വിളിച്ചു. ജോൺ, പറയൂ, നീ നേരത്തെ വിളിച്ചുവെന്ന് അറ്റൻഡർ പറഞ്ഞു. എന്താണ് കാരണം? ഡോക്ടർ, എനിക്കൊരു സംശയമുണ്ട്. ഇൻസ്പെക്ടർ തോമസിൻ്റെ മരണകാരണം എന്താണ്? ഓട്ടോപ്സിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ? ഇൻസ്പെക്ടറുടെ മരണം അതൊരു സൂയിസൈഡൽ ഡെത്ത് മാത്രമാണ് ജോൺ. തോമസിൻ്റെ ബോഡിയിൽ നിന്ന് പോലും ഞങ്ങൾക്ക് മറ്റൊരാളുടെ ഫിംഗർ പ്രിൻ്റ് കിട്ടിയില്ല. ആ വീട്ടിൽ നിന്നും പോലീസിന് ഒരു തെളിവും കിട്ടിയില്ല. ആ ബോഡി ആദ്യമായി കണ്ടത് നീയല്ലേ? ആ വീട്ടിൽ നിന്ന് നിനക്കെന്തെങ്കിലും തെളിവുകൾ കിട്ടിയോ ജോൺ? ഇല്ല ഡോക്ടർ, എനിക്കവിടെ നിന്ന് ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഒരൽപ്പം അസ്വസ്ഥതയോടെ ആ ഫോൺ കോൾ ജോൺ അവസാനിപ്പിച്ചു. ഇൻസ്പെക്ടറുടെ മരണവും മെയ്സൺസ് ഫാമിലിയും തമ്മിൽ ഒരു രീതിയിലും കണക്റ്റ് ആവുന്നില്ല. ഇൻസ്പെക്ടറും അലക്സും തമ്മിലുള്ള സൗഹൃദം മാത്രമാണ് അവന് ഇപ്പോഴുള്ള ഒരേ ഒരു ലീഡ്. കാതറിൻ അല്പനേരം ജോണിനെ ആശ്വസിപ്പിച്ചു. ജോൺ, നീ ഒരുപാട് സ്ട്രെസ് എടുക്കരുത്. നീ എല്ലാത്തിനുമുള്ള ഉത്തരം കണ്ടെത്തും, എനിക്കറിയാം. ഒരുപക്ഷെ ദൈവമായിട്ടായിരിക്കും നിൻ്റെ മുന്നിൽ ഈ തെളിവുകളെല്ലാം എത്തിച്ചത്. നീ എത്ര നാളായി പള്ളിയിൽ പോയിട്ട്? അല്പനേരം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നിനക്ക് ആശ്വാസം കിട്ടും. കാതറിൻ നിർദ്ദേശിച്ചതുപോലെ കുറച്ച് സമയത്തിനു ശേഷം ജോൺ പള്ളിയിലേക്കിറങ്ങി. തൻ്റെ അന്വേഷണങ്ങളും തൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങളുമെല്ലാം ജോൺ അവൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി. അപ്പോഴാണ് ഒരാൾ പുറകിൽ നിന്ന് അവനെ വിളിക്കുന്നത് പോലെ ജോണിന് തോന്നിയത്. തിരിഞ്ഞു നോക്കിയ ജോൺ കണ്ടത് അയാളെ ആയിരുന്നു. ഫാദർ മൈക്കിൾ, സൈലന്റ് റിഡ്ജ് ചർച്ചിലെ സീനിയർ പ്രീസ്റ്റ്. ഫാദർ ജോണിനോട് ചോദിച്ചു, ജോൺ, എന്താണ് നിനക്ക് പറ്റിയത്? നീ വളരെ അസ്വസ്ഥനായിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഫാദർ, എൻ്റെ മുന്നിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്, ഒത്തിരി ഉത്തരങ്ങളുമുണ്ട്. പക്ഷേ ഇതെല്ലാം എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്? ഇതെല്ലാം എങ്ങോട്ടാണ് നയിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതാണ് എന്നെ അസ്വസ്ഥനാക്കുന്നത്. എന്നോട് പറ ജോൺ, എന്താണ് നിൻ്റെ ഉള്ളിലുള്ള ഈ ചോദ്യങ്ങൾ? മെയ്സൺസ് ഫാമിലി അവർ വീണ്ടും ഇവിടെ തിരിച്ചെത്തിയോ? ഇൻസ്പെക്ടറുടെ മരണവും അവരും തമ്മിൽ എന്താണ് ബന്ധം? ഇതാണ് ഫാദർ. ഈ ചോദ്യങ്ങളാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരൽപ്പം പുച്ഛത്തോടെ ഫാദർ ജോണിനോട് പറഞ്ഞു, മെയ്സൺസോ? അവരെക്കുറിച്ച് ആലോചിച്ചാണോ നീ പേടിക്കുന്നത്? അവരെന്നേ ഇവിടെ നിന്ന് പോയവരാണ് ജോൺ. ഒരിക്കലും തിരിച്ചു വരാത്തവരെക്കുറിച്ച് നീ എന്തിനാണ് വെറുതെ അന്വേഷിച്ചിറങ്ങുന്നത്? നീ ഇപ്പോൾ നിൻ്റെ സമയം ചിലവഴിക്കേണ്ടത് മരിച്ചുപോയ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മശാന്തിക്ക് വേണ്ടി മാത്രമാണ്. തൻ്റെ അവസാന നിമിഷങ്ങളിലും ദൈവത്തോടുള്ള വിശ്വാസം മുറുകെ പിടിച്ച ആളായിരുന്നു നിൻ്റെ അച്ഛൻ. ചെല്ലു ജോൺ, പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജോൺ അവൻ്റെ അച്ഛനെയും അമ്മയും കാണാൻ പള്ളി സെമിത്തേരിയിലേക്ക് ഇറങ്ങി. തൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങളെല്ലാം
മനസ്സ് തുറന്ന് അവൻ അവൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. അപ്പോഴാണ് പതിവില്ലാത്ത ഒരു ശബ്ദം അവൻ പള്ളി സെമിത്തേരിയിൽ നിന്നും കേട്ടത്. സെമിത്തേരിയോട് ചേർന്നുള്ള കാട്ടിനുള്ളിൽ ഒരു പള്ളിമണി. അത് ഇതിനു മുമ്പ് ജോൺ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആരുടെയും സഹായമില്ലാതെ ആ മണി അതടിക്കുന്നുണ്ടായിരുന്നു. തിരിച്ച് വീട്ടിലെത്തിയ ജോൺ അവൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു കാറ് കിടക്കുന്നത് ശ്രദ്ധിച്ചു. അതാരുടെയാണെന്ന് അവന് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നീട് ശ്രദ്ധിച്ചപ്പോൾ തൻ്റെ വീട് ആരോ തുറന്നിട്ടിരിക്കുന്നത് അവൻ കണ്ടു. വീടിനുള്ളിൽ അവനെ കാത്ത് ഒരതിഥി ഉണ്ടായിരുന്നു. ജോൺ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. പോൾ, നിങ്ങളോ? നിങ്ങളെന്തിനാണ് ഇവിടെ വന്നത്? നിങ്ങളെങ്ങനെ അകത്ത് കയറി? അപ്പോൾ ജോൺ എന്നെ അറിയാം അല്ലേ? എന്തൊരു ചോദ്യമാണ് ജോണേ ഇത്. ഞാൻ ഈ ടൗണിൻ്റെ മേയറല്ലേ? മേയർക്ക് ഇവിടെയുള്ള ഒരാളെ വന്ന് കണ്ടൂടെ? ജോണിൻ്റെ അന്വേഷണങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പോൾ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മനസ്സിലാവുന്നില്ല. നീ മേസൺസ് ഫാമിലിയെക്കുറിച്ച് അന്വേഷിക്കുന്നത് എനിക്കറിയാം ജോൺ. ഒരു സിറ്റിയുടെ മേയർക്ക് എന്തിനാണ് ഈ അന്വേഷണത്തിൽ ഇത്രയും താല്പര്യം? എന്നോട് വ്യക്തമായിട്ട് പറയണം. നിന്റെ ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട് ജോൺ. ഈ സൈലന്റ് റിഡ്ജ് ഇതെൻ്റെ നാടാണ്. എൻ്റെ നാട് നശിപ്പിക്കാൻ ശ്രമിച്ച ആരെയും ഞാൻ വെറുതെ വിടാറില്ല. എൻ്റെ കൂടെ നിന്ന് ഈ സൈലന്റ് റിഡ്ജ് നശിപ്പിക്കാൻ ശ്രമിച്ചവനായിരുന്നു അലക്സും അലക്സിൻ്റെ ഫാമിലിയും. അധികം ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. അലക്സ് ജോലി ചെയ്തിരുന്നത് എൻ്റെ ഫാക്ടറിയിലായിരുന്നു. എൻ്റെ വീട്ടിലെ പല വർക്കും ഞാൻ അവന് കൊടുക്കുമായിരുന്നു. എത്ര രാത്രിയായിരുന്നെങ്കിലും വർക്ക് ഫിനിഷ് ചെയ്തിട്ടേ അലക്സ് പോകൂ. അതായിരുന്നു അവൻ്റെ സ്വഭാവം. എൻ്റെ മുന്നിൽ മാന്യനായി അഭിനയിച്ച് എൻ്റെ നാട് നശിപ്പിക്കുകയായിരുന്നു അവൻ. അവർ നടത്തിയ ക്രൂരഹത്യയ്ക്ക് ശേഷം അവരെ ഞാൻ പലയിടത്തും തപ്പി, എവിടെയും കണ്ടില്ല. അവർ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞാൻ അന്വേഷിച്ചു, ഒന്നും കണ്ടെത്തിയില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ തുടങ്ങി വെച്ച പോലെ ഒരു അന്വേഷണം മറ്റൊരാൾ ആരംഭിച്ചു എന്നറിഞ്ഞപ്പോൾ ഒന്ന് വന്ന് കാണാമെന്ന് കരുതി. ഞാൻ കണ്ടെത്താത്ത എന്തെങ്കിലും നീ കണ്ടെത്തിയോ ജോൺ? ഇല്ല. അവരെക്കുറിച്ച് മറ്റെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കും അറിയൂ. കൂടുതലൊന്നും ഞാൻ കണ്ടെത്തിയിട്ടില്ല. ഈ കേസ് ഇതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ജോൺ. നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഈ അന്വേഷണം നീ ഇവിടെ വെച്ച് നിർത്തിയേക്ക്. നിന്റെ ജീവിതത്തിനും അത് തന്നെയാണ് നല്ലത്. പുറത്തേക്കിറങ്ങിയ പോൾ ജോണിൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു പക്ഷി മരിച്ചു കിടക്കുന്നത് കണ്ടു. അത് കണ്ട അയാൾ ജോണിനോട് പറഞ്ഞു, എന്താണ് ജോണിത്? നമുക്ക് ചുറ്റും മരണങ്ങളാണല്ലോ. ഒരു പക്ഷേ ഇതൊരു സൂചനയായിരിക്കുമോ? സൈലന്റ് റിഡ്ജിൻ്റെ പഴയ ചരിത്രം വീണ്ടും ആവർത്തിക്കും എന്ന സൂചന.